ഒരു പാനും പേപ്പറുമായിട്ട് 12 എഴുതി വന്ന പിള്ളേര് അങ്ങനെ ശരിയെന്നാ തരാ എല്ലാം എടുക്കേണ്ടി വരും, എല്ലാം എടുക്കേണ്ടി വരുന്നത്, എല്ലാ ബജറ്റ് എടുക്കേണ്ടി വരും, എല്ലാ ബജറ്റ് എടുക്കേണ്ടി വരും, എല്ലാ ബജറ്റ് എടുക്കേണ്ടി വരും. എന്റെ എത്ര ബജറ്റ് എല്ലാ ബജറ്റ് എടുക്കാം ഞാൻ തുറക്കാം. 36 രൂപ നാളെ 2 പല്ല് പൊന്തണു കഥാ ഒന്ന് പൊന്തണു 2 പല്ല് പൊന്തണുള്ളൂ. എന്തേ ഞാൻ പറഞ്ഞ തെറ്റുണ്ട് നിങ്ങൾക്ക് പറയാട്ടോ, നിങ്ങള് മൂത്ത ആൾക്കാർ നിങ്ങൾക്ക് നമുക്ക് പറഞ്ഞുതരാം. അതിനൊന്നും പറഞ്ഞുതരുന്നു ഇതൊക്കെ ഞാനൊക്കെ പജ്ജിനെ കണ്ട വിടൂല, പജ്ജിനെ അങ്ങോട്ട് പറ്റിയ പജ്ജിനായിട്ട് അങ്ങോട്ട് പോരില്ല അതിൻ്റെ ഉള്ളിൽ. അതാണ് പറഞ്ഞത്, പജ്ജാണ് കൊണ്ടേക്കോളി. ഒരു പാനും പേപ്പറുമായിട്ട് 12 എഴുതി വന്ന പിള്ളേര് അങ്ങനെ ശരിയെന്നാ തരാ എല്ലാം എടുക്കേണ്ടി വരും, എല്ലാം എടുക്കേണ്ടി വരുന്നത്, എല്ലാ ബജറ്റ് എടുക്കേണ്ടി വരും, എല്ലാ ബജറ്റ് എടുക്കേണ്ടി വരും, എല്ലാ ബജറ്റ് എടുക്കേണ്ടി വരും. എന്റെ എത്ര ബജറ്റ് എല്ലാ ബജറ്റ് എടുക്കാം ഞാൻ തുറക്കാം. 36 രൂപ നാളെ 32 രൂപ. കയറ് ഇവിടെ ഇങ്ങനൊക്കെ വാങ്ങാൻ കിട്ടും, അത് കിട്ടും. ഇച്ച് വാങ്ങാൻ കഴിയില്ല, ഇജ്ജ് വാങ്ങണ പോലെ എന്നെ കൊണ്ട് വാങ്ങാൻ കഴിയില്ല. കൊണ്ട് വീട്ടില് എന്താ പറയാ, ഓൻ വാങ്ങണ പോലെ നമ്മളെ കൊണ്ട് അവിടെ വാങ്ങാൻ കഴിയില്ല. ഇവിടെ ആരുമില്ലേ, ഇവിടെ ഒരു മാസം 4 ആളാണ്, അവിടെ അങ്ങനെ തുറക്കത്ത്. പജ്ജിന് എന്താ ചെവിടച്ച് കൊണ്ട് നോക്കിട്ടോ, പയ്യനവിടെ നോക്കിട്ട് പറഞ്ഞു മോക്കായിരുന്നു പയ്യനവിടെ കൊണ്ട് നോക്കിട്ടോ. എത്ര രൂപ തരൂല? അതും ഒന്നും ചോദിക്കാം, അതൊക്കെ ഉള്ള പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തത് ഞാൻ പറയണമെന്ന് അറിയുക ചെയ്തിട്ടില്ല. ചോർത്തി പോയി ധൈര്യത്ത് കൊണ്ടേക്കും. ഇപ്പൊ നമ്മള് കാരണം എത്ര ചോദിച്ചണോ? എന്റെ ചെങ്ങായി എന്റെ ബാവാക്ക് 27,000 രൂപ ചോദിച്ചാ ബാവാക്കാരെ വെച്ചിരുന്ന പറഞ്ഞു കയറ് വിട്ട എന്തെങ്കിലും നിങ്ങൾക്കൊന്നും ഒരു ഇതില്ല. എത്ര തൂക്കണ്ടാവും നിങ്ങളുടെ നാട്ടിലൊന്നും തരുമോ? ഇജ്ജ് കയറ് വിട്ടാ ഇജ്ജ് കയറൊന്നും വിടോ? ഇതൊക്കെ നാസാക്കണ്ട, കച്ചവടം നാസാക്കണ്ട. ഇത് കിട്ടിയ ഇത് മിണ്ടാണ്ടിരിക്കുക അല്ലേ? കൊള്ള എച്ച് കിട്ടിയല്ലേ കൊണ്ടുതരാൻ പറ്റുള്ളൂ. എനിക്ക് 500 കിട്ടണ പോലെ ഇങ്ങനത്തെ പറയാം. നീട്ടി ഞാൻ പറയലുണ്ടോ? നാടൻ പാതിക്ക് പറയാലോ ഇങ്ങനത്തെ വില പറഞ്ഞത്. ഇത് നാടാടല്ല, അതോട്ടാ പറഞ്ഞത്. എന്നോട് വന്നപ്പോഴേ പറഞ്ഞു എന്റെ ആളെ പറഞ്ഞ പറ്റില്ല. മനസ്സിലായില്ലേ? ആ പറയല മനസ്സിലാക്കി പോയി. എവിടേക്ക് ഞാൻ പോവാ? ആ പുഴ ചാടേണ്ടി വരും, വേറെ വഴിയൊന്നുമില്ല. പുഴ ചാടി തപ്പേണ്ടി വരും. ബാക്കി വായിക്കും, അതാണ് ബാക്കി വായിക്കുന്നില്ല. പുഴ ചാടി തപ്പേണ്ടി വരും. ഞാൻ നോക്കട്ടെ ഇവിടെ ആരും ഉണ്ടാന്നിട്ടാ. നടക്കറിയാത്ത 35 വില പറഞ്ഞു. പാമ്പ് ചോദിച്ചോ? ഓനെ പറഞ്ഞ് മാറ്റി പറയാൻ പറ്റില്ല. ഓനെ ഞാൻ വാക്ക് പറഞ്ഞ മാറ്റി പറയാൻ വയ്യില്ലല്ലോ. അപ്പൊ എത്രക്കുള്ള ചോദിച്ചോ? ഇത് പയ്യ നോക്ക്, ആരാറ് പല്ല് നോക്ക്, എമ്മാര് മടിങ്ങാമ്പോ നോക്ക്, പയ്യ നോക്ക്. അതിനനുസരിച്ചുള്ള കായ് കൊടുക്കണം എല്ലാവരും. വേണ്ടോ? ഒരു ചണ്ടി ചാവൊന്നല്ല. അതൊക്കെ പണ്ടത്തെ ഇപ്പത്തൊന്നല്ല. അതിന് കറക്കാനും പിടിക്കാൻ ഒന്നില്ല, ശല്യങ്ങളും വില്യങ്ങളൊന്നും ഇല്ല. അതിൽ കൊണ്ടേക്കോളിതാ. അല്ലാ അതാണ്ടോ വേണ്ടോ? അവിടെ എന്റെ മേപ്പിട്ട് എന്താ അവിടെ വേണ്ടക്ക? നാല് കാവും നല്ലോണം കറന്നൊരു കായ്. ഇതാ കറന്നൊരു കായോ നല്ല പല്ലും തൊള്ള. ഇതാ പ്രായത്തിലും ഇല്ല. 2 പല്ല് പൊന്തണു കഥാ ഒന്ന് പൊന്തണു 2 പല്ല് പൊന്തണുള്ളൂ. പല്ലൊക്കെ വിട്ടാളെ ഈ കണ്ട കോലത്ത് വെച്ചാളെ. അത് പല്ലറിയാലും അതിനെപ്പറ്റി നമ്മള് വാർത്ത എന്താ പല്ലറിയാതെ അതിനെപ്പറ്റി വർത്താനം പറഞ്ഞ കാര്യമുണ്ടോ? പല്ലറിയാത്തവർക്ക് പറഞ്ഞ കാര്യമില്ല, അറിയണവർക്ക് അറിയും.
ഞാൻ എപ്പോഴും വണ്ടി പാഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. ഇതാണ്ടോ തൊട്ടാ മതി. ഒന്ന് ചുരത്തെ ഇനി സുഖം ഉണ്ടാവും. അതൊക്കെ അങ്ങനെ ഉണങ്ങി കിടക്കുന്ന അയാൾ കറക്കണം. മറ്റാള് വരും. വേറെ ഒരു ചങ്ങായി വതാ നോയിക്കോട്ടെ അവര് ഇളം പയ്യാതാ ഓടിയാ തേട്ടാ നമ്മളാണ് തണ്ട മാരി പല്ലി ചന്തയിൽ ഏത് പറ്റിട്ടാ ഓർമ്മ നോക്കി ഇങ്ങോട്ട് പോരി പുറത്തേക്ക് പോയി കൊണ്ടേക്കോളി. ഏതാ ഇങ്ങക്ക് ഏതാ പാകളിച്ച് കൊണ്ടേക്കോളി. എവിടുന്ന് വേണം കറക്കുന്നത്? ആ സൈഡിൽ നിന്ന് ഇതാ കണ്ടോ പേരെ കൂടെ ഒരു കറക്കാനൊന്നും ഒന്നിനും ഇതാ ഈ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയുന്നുണ്ട് 27 രണ്ടും പാടെ കൊണ്ടേക്കോളി. അങ്ങോട്ട് കെട്ടിയതാ അതും കെട്ടിയതാ അതൊക്കെ കെട്ടിത്തരാം. ഇങ്ങോട്ട് തരേ ഇങ്ങോട്ട് തരുമോ? ഞാൻ കെട്ടിത്തരാം. പൈക്കള പൈക്കളാട്ടി രണ്ടും പാടാണ് പോട്ടെ. രണ്ട് പൈക്കളാന്ന് രണ്ട് ഇളം പൈക്കളാ കൊണ്ടേക്കോളി. അമ്മ കിട്ടിയ പോലെ നമ്മള് കൊടുക്കണേ പോട്ടെ. വൈകുന്നേരം ആയിക്കോട്ടെ. നിങ്ങൾ പറഞ്ഞാലും മതി. നിങ്ങൾ പറയല്ല വജ്ജുണ്ട് 2 ചാക്കൊന്നല്ല ഓനക്ക് 4 ചാക്കിന്. ആ പൈന നോക്ക്. ഓൻ പൈന ശരിക്കും നോക്കി. പൈന നോക്ക് നോക്ക്. അതിനൊന്ന് പീഞ്ഞ് നോക്കി. ഈ ഒന്ന് പൈന പീയ്. അതിന് ഇടുവാ. അതിന് തൊള്ളിയും പല്ല് 6 പല്ലായിട്ടുള്ളൂ. പീയ് പയ്യനെ പീയ്. എന്തൊരു എങ്ങനെ എന്നോടല്ല പറ അത്രയും സുഖാടോ. 4 കാമ്പ് പീയടോ. ഇതരോ കയറിജ്ജ പിടിച്ചോ. കയറിജ്ജ പിടിച്ചോ. ഇങ്ങോട്ട് വാ. നേരെ അങ്ങനെ ഇങ്ങോട്ട് വാ. അങ്ങോട്ടല്ല പോണം. ഇങ്ങോട്ട് വാ. ഇങ്ങിട്ട് വാ. 6 പല്ലാണ് പറ്റി. എന്താ അറിയാത്ത പൊള്ളല്ലേ ഈ പല്ലി നിൽക്കുക ആണോക്കെ. 6 അതൊക്കെ നോക്കി. 6 പല്ലായിട്ട് പറ്റി. രണ്ടാമത്തെ പ്രസവാ. ഇല്ലാത്ത പറയൂല പാപ്പ. ഇങ്ങടത്ത് പോയിട്ട് ആ പല്ലൊക്കെ ഞാൻ എണ്ണി കാണിച്ചു തന്നാ പിന്നെ നിങ്ങൾ ഞാൻ പൊള്ളു പറയോ? 37 രൂപ അതിന് വരവാണ്. പയ്യിലുണ്ടോ കോലുണ്ടോ അതിനനുസരിച്ച് വില കൊടുക്കാനല്ല അവിടെ. ചേട്ടാ ഇങ്ങോട്ട് വാ. എന്തേ ഞാൻ പറഞ്ഞ തെറ്റുണ്ട് നിങ്ങൾക്ക് പറയാട്ടോ. നിങ്ങൾ മൂത്ത ആൾക്കാർ നിങ്ങൾക്ക് നമുക്ക് പറഞ്ഞുതരാം. അതിനൊന്നും പറഞ്ഞുതരുന്നു. പഠിച്ചിട്ടുണ്ടാവും. കൊണ്ടുവന്നേ ഇതൊക്കെ ഞാനൊക്കെ പജ്ജിനെ കണ്ട വിടൂല. പജ്ജിനെ അങ്ങോട്ട് പറ്റിയ പജ്ജിനായിട്ട് അങ്ങോട്ട് പോരില്ല. അതിന്റെ ഉള്ളത് അതാണ് പറഞ്ഞത്. പജ്ജാണ് കൊണ്ടേക്കോളി. എന്തല്ല ആയിട്ടോ ഇതിപ്പോ ഇങ്ങനെ അഴിഞ്ഞിട്ടില്ല. പജ്ജിന്റെ കുറച്ച് പജ്ജാവും. പെറ്റ് കിട്ടുമ്പോ ഒരു ദിവസം ഒരു 13 17 20 ലിറ്റർ പാല് ഒരു ദിവസം കറക്കണ പജ്ജ. ഫോട്ടോമ്മ പറയും ഇമ്മാരി പജ്ജന കാണിച്ചില്ല. ഒരു ദിവസം 20 25 ഈ പൈ ഒരു ദിവസം 20ന്റെ മേലെ കറങ്ങി സമ്മതിക്കണം പൈ പറ്റിട്ട്. നിങ്ങൾ നോക്കത്താണ്ടാ എന്തിന്റെ ചുരപ്പും കറവ കഴിച്ചിട്ടാ. കൊമ്പെടുക്കാൻ വേണ്ടത് ഇപ്പൊ ഇവിടെ നോക്കിയതാ. ഈ പല്ലെന്നുള്ള നോക്കി എന്തിന്റെ കറവ വെച്ചിട്ടാ. ഒരു നാளைക്ക് 8 9 എന്നൊക്കെ പറഞ്ഞു മനുഷ്യനെ പറഞ്ഞു. അത് നാട്ടി വിട്ടാ സൈന അതൊക്കെ എത്രക്കാ ചോദിച്ചോട്ടെ. അല്ല അങ്ങോട്ട് തന്നേ ശരിയല്ലോ. 4 കാമ്പിൽ എന്താ വരുന്നത് നോക്കി. അതല്ലേ ഇതാ നല്ല വൃത്തിയുള്ള പൈക്കുട്ടിയാ. അപ്പൊ ഞാൻ അടുപ്പം തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇട് പോരെ.
എവിടെ പജ്ജിനെ കാണുന്നവർ ഇങ്ങോട്ട് കാണി മസാലോ ഇതാ ഉള്ളും തന്നോ ഒരു ചാണക വരുന്നത് കഴുകിയിട്ടും പിടിച്ചിട്ടൊന്നുമില്ല 4 കാമം നോക്കിയിട്ട് വരുന്നതാ അവിടെ കെട്ടിയ പയ്യൊന്നല്ല അതൊക്കെ മടി കെട്ടി അത്രയ്ക്ക് അതിന് മടിയതാ ഇതാ പജ്ജന്റെ മാറി ഓർക്ക് പേടിച്ചണ്ടോ ഇതിനെ പേടിച്ചണ്ടേ പയ്യുണ്ട് എല്ലാം കൊണ്ടുണ്ട് പയ്യ ഇതാ പയ്യിലിതാ പയ്യന്റെ കോലത്ത് പയ്യ ഇതൊക്കെ വളർത്തുകാരന്റെ പയ്യാണിതാ കണ്ടാ നല്ലോണം ഒന്ന് കഴുകണം പച്ചിന് വേണ്ടിട്ട്